മെയ് 23 വെള്ളിയാഴ്ച അപര ഏകാദശി. ഓരോ മാസത്തിലും വരുന്ന ഏകാദശിക്ക് പ്രത്യേക പേരും സവിശേഷതകളും പുണ്യഫലങ്ങളുമുണ്ട്. ഈ ഏകാദശിയെ അജല ഏകാദശി എന്നും പറയാറുണ്ട്. മറ്റ് എല്ലാ ഏകാദശികളെ പോലെ അപര ഏകാദശിയും വിഷ്ണുപ്രീതിക്കായും പാവശാന്തിക്കായും അനുഷ്ഠിക്കുന്ന വ്രതമാണ്. അപര എന്നാൽ വളരെ അധികം, പരിധിയില്ലാത്ത എന്നെല്ലാം അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് വിഷ്ണു ഭഗവാൻ അപാരമായ ധനവും കീർത്തിയും പുണ്യവും നൽകി അനുഗ്രഹിക്കുന്നു. ഈ ഏകാദശി നോൽക്കുന്നവർക്ക് കൊടും പാപങ്ങളിൽ നിന്നും പോലും മോചനം ലഭിക്കുന്നു. അപര ഏകാദശി 23 മെയ് വെളുപ്പിന് 1:12 തുടങ്ങി രാത്രി 10:30 അവസാനിക്കുന്നത്. ഹിന്ദുമാസമായ ജ്യേഷ്ഠത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഏകാദശി ആചരിക്കുന്ന ഒരു ഉപവാസ ദിനമാണ്. അപര ഏകാദശി വ്രതം ആചരിക്കുമ്പോൾ ഒരാൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകുമെന്നാണ് വിശ്വാസം. ഇത് ദിവ്യവും ശുഭകരവുമായ ഫലങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ത്രിവിക്രമ രൂപത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതിനാണ് അപര ഏകാദശി സമർപ്പിച്ചിരിക്കുന്നത്. ഈ വ്രതം ആചരിക്കുന്നതിലൂടെ ഭക്തന് പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നു. ഈ ഏകാദശിയെ അതിന്റെ നിരീക്ഷകന് പരിധിയില്ലാത്ത നേട്ടങ്ങൾ അഭ്യർത്ഥിക്കുന്നതിനും കഴിയും. ബ്രഹ്മപുരാണത്തിലും പത്മപുരാണത്തിലുമാണ് അപര ഏകാദശിയുടെ പ്രാധാന്യം വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. സ്വർണം, ഗോക്കൾ, കുതിര, ആന എന്നിവ ദാനം കൊടുത്താൽ ലഭിക്കുന്ന പുണ്യത്തിന് സമം അപര ഏകാദശി അനുഷ്ഠിക്കുന്ന ഭക്തന് ലഭിക്കുന്നു. ഈ ദിവസം വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമന ഭഗവാനെ പൂജിക്കുന്നു. മറ്റെല്ലാ ഏകാദശിയും അനുഷ്ഠിക്കുന്നത് പോലെ നെല്ലരിച്ചോറും അരി കൊണ്ടുള്ള പദാർത്ഥങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ്. ദശമി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ്. പൂർണ്ണ ഉപവാസം സാധ്യമല്ലാത്തവർക്ക് പാലും പഴവും കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം മൗനാചരണം വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. ഇത് അനുഷ്ഠിക്കുന്ന ഭക്തർക്ക് പുത്രനില്ലാത്തവർക്ക് പുത്രനെയും ധനമില്ലാത്തവർക്ക് ധനവും ലഭിക്കുന്നതാണ്. എങ്ങനെയാണോ സൂര്യൻ അന്ധകാരത്തെ ഇല്ലാതാക്കി വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നത്, അതുപോലെ അപര ഏകാദശി നോൽക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് പുണ്യത്തെ നൽകി വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കും. ഭക്തരുടെ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും ദൂരീകരിച്ച് അവർക്ക് വളരെയധികം ധനവും പുണ്യവും കീർത്തിയും നൽകി തൻ്റെ ഭക്തരെ വിഷ്ണു ഭഗവാൻ അനുഗ്രഹിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.